ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത് നിങ്ങളോടൊരു ചെറിയ എളിയ വചനം പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ്. അതിനായി ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നമുക്ക് 2 പേരെ കാണുവാനായി സാധിക്കും. ഒന്ന് പരീശനും 2 ചുങ്കക്കാരനും. ഇവരുടെ 2 പേരുടെയും പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. പരീശന്റെ പ്രാർത്ഥന എന്നത് സ്വയം പൊങ്ങിയ പോലെയാണ്. ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന ഭാവമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ചെയ്ത കാര്യങ്ങളെ വാഴ്ത്തിയാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. എന്നാൽ ചുങ്കക്കാരൻ അങ്ങനെയായിരുന്നില്ല. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന എന്നത് ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഈ അധ്യായം വായിക്കുമ്പോൾ നമ്മൾ അവരുടെ ഭാവവും നിൽപ്പും എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. പരീശൻ നേരിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ കയറി ചെന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ചുങ്കക്കാരൻ അങ്ങനെ ആയിരുന്നില്ല. അവൻ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. ഇവിടെ 2 പേരുടെയും പ്രാർത്ഥന വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നതായി കാണുവാനായിട്ട് കഴിയും. ഒരാളുടെ വളരെ വിനയത്തോടെയുള്ള പ്രാർത്ഥനയാണെങ്കിലും മറ്റേയാളുടെ അങ്ങനെ ആയിരുന്നില്ല. ഒരാൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറ്റേയാൾ അങ്ങനെ ആയിരുന്നില്ല എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അദ്ദേഹം പുകഴ്ത്തി പറയുകയാണ് താൻ ചെയ്ത കാര്യങ്ങളെ. ഇങ്ങനെയല്ലേ നാം ഓരോരുത്തരും? ചെയ്ത കാര്യങ്ങളെ പൊക്കിപ്പറയുന്നവരല്ലേ നാം ഓരോരുത്തരും? ഒരു എളിമ ഹൃദയം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല എന്നത് വാസ്തവമേറിയ കാര്യം തന്നെയാണ്. വീണ്ടും നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി എന്നും മറ്റവൻ അങ്ങനെ അല്ല എന്നും കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ 2 പേരും 2 രീതിയിലാണ് മടങ്ങിപ്പോകുന്നത്. വളരെ വ്യത്യാസം അവരുടെ ഇടയിലുണ്ടായിരുന്നു. നമ്മളും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതേറെ ആവശ്യമുള്ള കാര്യം തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ വിനയത്തോടെയുള്ള പ്രാർത്ഥന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതേറെ ആവശ്യമാണ്. പള്ളിയിൽ പോയതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ ഒന്നുമായില്ല. നമ്മുടെ ഉള്ളിൽ വിനയമില്ല എങ്കിൽ ഇതെല്ലാം വ്യർത്ഥം തന്നെയാണ്. വീണ്ടും 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് 2 കാര്യങ്ങൾ കാണുവാനായി സാധിക്കും. ആ വാക്യം ഇങ്ങനെയാണ്: പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു എന്ന്. ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ കാണുവാനായി സാധിക്കും. അതിലൊന്ന്, അവൻ തന്നോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന ദൈവത്തിൻ്റെ അടുത്ത് എത്തുന്നുണ്ടോ എന്നത് സംശയം തന്നെയാണ്. 2-ാമത്തെ വാക്യത്തിൽ തന്നെ ഒരു പുച്ഛം കാണുവാനായി നമുക്ക് സാധിക്കും. ഒരുവന് മറ്റൊരുത്തനോടുള്ളൊരു പുച്ഛം. നാമും ഇങ്ങനെയല്ലേ? നാം ചെയ്ത കാര്യങ്ങളെ വീമ്പടക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് തോന്നുന്നൊരു പുച്ഛം ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കും. എന്നാൽ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു എന്ന് കാണുവാനായി നമുക്ക് സാധിക്കും. ഈ വാക്യം കൊണ്ട് തന്നെ ചുങ്കക്കാരൻ്റെ ഒരു എളിമ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന്. ഇങ്ങനെ നമുക്ക് തന്നെത്താൻ താഴ്ത്തുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഓരോരുത്തരും അങ്ങനെയായി തീരണം. ഈ നോമ്പുകാലത്ത് ഉയർന്നിരിക്കുന്ന തലകളെ എളിമപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് താഴ്ത്തുവാൻ നമുക്ക് സാധിക്കണം. ഇതിനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.